അറിയാൻ കഴിഞ്ഞു? കത്തിയിട്ടില്ല, വിളക്കെല്ലാം അണച്ചിട്ടാ പോയത്. ആണല്ലേ. ഇപ്പൊ എന്താ ഈ തീപിടുത്തം ഉണ്ടായ കാരണം എന്താ? ഫയർഫോഴ്സ് ഒരു പിടിയും കിട്ടുന്നില്ല, എങ്ങനെ തീ കത്തിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. വീട്ടിൽ നിന്ന് വീട്ടുടമസ്ഥനടക്കമുള്ള അംഗങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോരുന്ന സമയത്താണ് വീട്ടിലെ വിളക്കിൽ നിന്ന് തീ പടർന്നത്. വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിലെ ആളപായം ഒഴിവായത് തലനാഴിഴയ്ക്കാണ്. ഇപ്പോൾ ഇവിടെ ചെങ്കൽച്ചൂളയിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ യൂണിറ്റ് എത്തിയിട്ടുണ്ട്. അവർ തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ഫയർ യൂണിറ്റുകളാണ് ഇവിടെ നിലവിലുള്ളത്. അവർ വീട്ടിലെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോമൻ എന്നയാളുടെ വീട്ടിലെ വിളക്കിൽ നിന്ന് തീ പടർന്ന് ഈ തരത്തിൽ ഒരു അപകടമുണ്ടായത്. ഇവിടെ നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിലെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് ഈ അട്ടക്കുളങ്ങര എന്ന് പറയുന്നത്. സമീപത്ത് ഒരുപാട് വീടുകൾ നെരുങ്ങിക്കഴിയുന്ന, അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒരു തീ പിടുത്തമുണ്ടായാൽ സ്വാഭാവികമായും ഇവിടെ നിന്നും മറ്റു വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ തീ പടരാൻ വളരെ വലിയ സാധ്യതയും അതുപോലെ തന്നെ ഒരു അപകടകരമായ സാഹചര്യവുമുള്ള സ്ഥലമാണ്. ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. വീട്ടിലെ മറ്റു ഉപകരണങ്ങളിലേക്കോ മറ്റോ ഒന്നും തീ പടർന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ വീട്ടിലെ വീട്ടുടമസ്ഥനായ മനുഷ്യൻ, അദ്ദേഹം വളരെ ദയനീയമായിരിക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ വീട്ടിലെ എന്താണ് വിവരങ്ങളെന്നുള്ളത് ചോദിച്ചറിയാം. ചേട്ടാ, ഇവിടെ തീ കത്തിയ വീട്ടിലില്ലായിരുന്നോ? ഇല്ലില്ല, ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ അപകടം അറിയുന്നത്. ഇന്നപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്, ഇങ്ങനൊരു വീട് കത്തിയിട്ടുണ്ട്, എൻ്റെ വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ വരുമ്പോഴുള്ള കാഴ്ച എന്താ? മൊത്തം അണച്ചു, കുറേയൊക്കെ അണച്ചു. ഫയർഫോഴ്സൊക്കെ നിൽക്കുന്നു. വേറെ ആളും കൂടിയിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മാത്രമേ ഉള്ളൂ. ചേട്ടൻ മാത്രമേ? അപ്പുറത്തെ വീട് വാടകയ്ക്ക് കൊടുത്തേക്കാ. ചേട്ടൻ്റെ വീടാണോ അപ്പുറത്തെ വീട്? എൻ്റെ വീടാണ്. എന്താ ഇപ്പൊ വിളക്കിൽ നിന്ന് അങ്ങ് തീ പടർന്നോന്നാണ് അറിയാൻ കഴിഞ്ഞത്? കത്തിയിട്ടില്ല, വിളക്കെല്ലാം അണച്ചിട്ടാ പോയത്. ആണല്ലേ. ഇപ്പൊ എന്താ ഈ തീപിടുത്തം ഉണ്ടായ കാരണം എന്താ? ഫയർഫോഴ്സ് ഒരു പിടിയും കിട്ടുന്നില്ല, എങ്ങനെ തീ കത്തിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ വീട്ടിൻ്റെ ഉടമസ്ഥനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് വീട്ടിൽ തീ പടർന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. വീട്ടിൽ ഈ വിളക്ക് പോലെയുള്ള സാധനങ്ങളോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു വലിയ അപകടമാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു കിട്ടിയത്. നമുക്കിപ്പോൾ ഫയർ യൂണിറ്റിന് നേതൃത്വം കൊടുത്ത, തീ അണയ്ക്കാൻ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ, സ്റ്റേഷൻ ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. താങ്കളാണല്ലേ ഈ തീ അണയ്ക്കാൻ നേതൃത്വം കൊടുത്തത്? ഇവിടെ വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു? ഇവിടെ വരുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് തീ ആളിപ്പടരുകയായിരുന്നു. നമ്മുടെ കൃത്യസമയത്ത് എത്തിയത് കാരണം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ പുട്ടൗട്ട് ചെയ്യാൻ പറ്റി. മറ്റു വീടുകളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാൻ കഴിഞ്ഞു. എന്തായാലും നമ്മൾ മെസ്സേജ് കിട്ടി നിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ എത്താൻ പറ്റി. കാരണം റോഡ് ട്രാഫിക്കൊക്കെ വളരെ കുറവായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ചെങ്കൽച്ചൂള എന്നുള്ള യൂണിറ്റ് തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള തമ്പാനൂർ നിലയത്തിൽ നിന്നുള്ള 2 യൂണിറ്റാണോ? 3 യൂണിറ്റാണ് നിലവിൽ വന്നിട്ടുള്ളത്. 3 യൂണിറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ സഹകരണത്തോടെ നല്ല രീതിയിൽ നാട്ടുകാർ സഹകരിച്ചു. അതുകൊണ്ട് നമുക്ക് വളരെ സാറ്റിസ്ഫൈഡായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. സിലിണ്ടർ പോലത്തെ ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തീയൊന്നും ഇവിടെ കത്തിയിട്ടില്ല എന്നാണ് വീട്ടുടമസ്ഥൻ. അതായത് തീ വീട്ടിൽ അകത്ത് വിളക്ക് പോലുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഏത് വിധത്തിലായിരിക്കും നമ്മൾ ഇതിന്റെ കാരണം വ്യക്തമല്ല. കാരണം നല്ല രീതിയിൽ പരിശോധനകൾക്ക് ശേഷമേ ഇത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു മുൻവിധിയോട് കൂടി പറയാൻ ആളല്ല. ഇപ്പോൾ പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ഇത് ഇന്നൊക്കെ നോക്കിയാൽ തന്നെ മീഡിയാസിന് അറിയാൻ പറ്റും. അപ്പോൾ ആണല്ലേ. ഇവിടുത്തെ നമ്മൾ ജനപ്രതിനിധികൾ കൂടി നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടുത്തെ വാർഡ് കൗൺസിലറുണ്ട്. എന്താണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ? എന്താണ് നിലവിലെ അവസ്ഥ? കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനാണ്. ഒന്നാമത് അഗ്രഹാരം ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു വീടിന് തന്നെ എന്തെങ്കിലും ഇത് പ്രശ്നം വരികയാണെങ്കിൽ തന്നെ തുടർച്ചയായിട്ട് അഗ്രഹാരം ആയതുകൊണ്ട് അടുത്ത വീടുകൾക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഒരുപാടാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു അഗ്നിശമനസേന നിർവഹിക്കുന്ന ആ ഒരു കർത്തവ്യം എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. അറിഞ്ഞുടനെ തന്നെ ഉടനെ ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അടുത്ത തെരുവിൽ തന്നെയാണ് ഞാൻ താമസം. ഉടനെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും ഇവിടെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രതികരണങ്ങൾ ഈ വിധത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു അഗ്രഹാരമായിട്ടുള്ളൊരു തെരുവാണ്. കാരണം നിരവധി വീടുകളും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഇവിടെ നിന്ന് ലഭിച്ച സൂചനകൾ പ്രകാരം നമുക്ക് ഇവിടെ തീയോ അല്ലെങ്കിൽ മറ്റത്തരത്തിൽ തീ പിടിക്കാനുള്ള ഉപകരണങ്ങളോ വീടിനുള്ളിൽ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തീപിടുത്തത്തിന്റെ വിശദമായ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിച്ച ശേഷം അറിയിക്കാമെന്നാണ് നമ്മളിപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കി അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചത്.